ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. 3 ചേരുവകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ഈസ്റ്റ്, ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർക്കാം. അപ്പോൾ ഈ പച്ചരിയും ഉഴുന്നും കൂടി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. 2-3 വട്ടം ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. മാക്സിമം ഒരു 5 മുതൽ 6 മണിക്കൂറെങ്കിലും കുതിരണം. ഇപ്പോൾ നല്ലപോലെ കുതിർത്തെടുത്ത അരിയാണ്. ഇനി നമുക്ക് വേണ്ടത് പൊരിയാണ് കേട്ടോ. അപ്പോൾ 3 കപ്പ് പൊരി വേണം. അപ്പോൾ ഈ പൊരി ചേർക്കുന്നത് കൊണ്ടാണ് നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 3 കപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും കാണില്ല, ഇപ്പോൾ കുറച്ച് കാണും. നമ്മളിത് കഴുകിയെടുക്കണം, നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ചുരുങ്ങി കിട്ടും. കഴുകിയെടുത്താൽ പിന്നെ നമുക്കൊരു 1.5 കപ്പ് അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകി അത് നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ പൊരി ഒന്ന് അരച്ചെടുത്തു. അരച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നും അരിയും കൂടി ചേർത്ത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള അരിയും കൂടി വീണ്ടും അരച്ചെടുക്കണം. അപ്പോൾ അരിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടും ഉണ്ടാക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അരച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രാത്രി നമ്മൾ അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാം. അപ്പോൾ മാക്സിമം ഒരു 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഇത് നല്ലപോലെ ഫെർമെൻ്റ് ആയി കിട്ടണം. ഇതിപ്പോൾ ഒരു 10 മണിക്കൂർ ആയിട്ടുണ്ട്, നല്ലപോലെ തന്നെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് അങ്ങ് പൊന്തി കിട്ടുമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ മാവ് നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഈ ഫെർമെൻറ്റേഷൻ്റെ സമയം കുറച്ച് കൂടും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മാക്സിമം ഒരു 8 മുതൽ 10 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം. ദോശമാവിൻ്റെയൊക്കെ ഒരു പരത്തിലാണുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒരുപാട് കനം കുറച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചൊരു കട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 1.5 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഒഴിച്ച പാടെ തന്നെ കണ്ടില്ലേ, നല്ലപോലെ കുഴിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ തന്നെ കുഴിയൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരിക്കും. ഒന്ന് വെന്തതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 സൈഡും കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു സൈഡ് വേണമെങ്കിൽ ഒരു സൈഡ് മാത്രം കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഫെർമെൻറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉടനെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് അങ്ങനെയും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല സോഫ്റ്റാണ്, നമ്മൾ പൊരി ചേർത്ത കാരണം നല്ല സോഫ്റ്റ്നെസ് കിട്ടും, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഏത് ചട്നിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്